അങ്ങനെ 22 ഹവറായി. ഇത് ഫുള്ളാക്കാൻ കഴിയുമോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത് അത്ര പെട്ടെന്നൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഉറക്കം വരും. ഉറക്കം വരാതൊക്കെ വേണ്ടി ഞാൻ കഴിഞ്ഞത്രയും ഡാൻസ് കളിച്ചു. അതുപോലെ എങ്ങനെയെങ്കിലും സമയം പോക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഗായ്സ് ഇന്ന് 4 മണി മുതൽ നാളെ 4 മണി വരെ ഒന്നും കഴിക്കാക്കാൻ പോവാണ്. ഇപ്പം ഏകദേശം 4 മണി. നാളെ 4 മണി വരെ ഒന്നും കഴിക്കൂല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പം നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, എൻ്റെ കുറച്ച് വീഡിയോ കട്ട്. ഞാൻ അങ്ങനെ ഏകദേശം 4 ഹവേഴ്സോളപ്പം സർവൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല ഹാർഡ് ഉണ്ട് പോയി തന്നെ. ഞാൻ അങ്ങനെ ഒന്നും ഫുഡ് കഴിക്കാറില്ല. കാരണം ഞാൻ 6 ഹവേഴ്സോളം എന്തായാലും ഫുഡ് കഴിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കഴിച്ച ഓറഞ്ച് ജ്യൂസ് മാത്രമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇനി എടുക്കാം. ഗായ്സ് ഇപ്പം രാത്രി ഏകദേശം 1 മണി സമയമായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം 7-8 മണിക്കൂർ കംപ്ലീറ്റ് ആക്കി. ഗായ്സ് നല്ല വിശപ്പുണ്ട് ഗായ്സ്. ഇപ്പോൾ രാത്രിയൊക്കെ നല്ല എന്നിട്ട് ഉറങ്ങേണ്ടി വരും. കാരണം ഞാൻ സാധാരണ ദിവസമൊക്കെ എന്തേലേ ഞാൻ എന്ത് ഇതിൽ മറ്റേ വീട്ടിലെന്തെങ്കിലും ഒന്ന് കഴിക്കലുണ്ടാവും രാത്രി. ഞാൻ 1 മണി 2 മണിയൊക്കെ സാധാരണ ഉറങ്ങാനാവലുണ്ട്. പക്ഷേ ഇപ്പം കഴിക്കാനും പറ്റില്ല, നല്ല വിശക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യാൻ പോവാണ്, ഉറങ്ങാൻ പോവാണ്. വിശന്നിട്ട് ഉറങ്ങേണ്ടി വരും. നല്ല വിശപ്പുണ്ട്. 2 മണി 1 മണി സമയമായിരുന്നു ഗൈസ്. അപ്പം നാളെ കാണാം ഗായ്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്ത് ഒരു 11 മണി ആയപ്പോൾ എണീച്ച് ഇന്നലെ രാത്രി 2 മണിക്കായിരുന്നു ഉറങ്ങിയിരുന്നത്. ഇപ്പം ഏകദേശം എത്ര മണിക്കൂറായിട്ടുണ്ടാവും, ഒരു 4 ഇപ്പം ഏകദേശം ഒരു 17 മണിക്കൂറോളൊക്കെ ആയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഒരു എക്സസൈസ് ഒക്കെ ചെയ്യാൻ പോവാണ്. വർക്കൗട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് വെറുതെ തുറന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പം നമുക്ക് ആ ഫീൽ ഇട്ടില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു 1 ഹവേഴ്സോളം വർക്കൗട്ട് ചെയ്യാൻ പോവാണ്. ഇങ്ങോട്ട് കുളിച്ചിട്ട് ചെയ്യാൻ അടുത്ത വീഡിയോ എടുക്കുക. വർക്കൗട്ട് ചെയ്യാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വർക്കൗട്ട് ചെയ്യുന്ന ഹെൽത്ത് മൊത്തം എന്താണ്, വെള്ളമാണ്. അപ്പം എന്ത് വർക്കൗട്ട് ചെയ്യാനില്ലാന്ന് വിചാരിച്ച് ഇപ്പോൾ ടൈമാകും. ഇനി 4 മണി വരെ സർവൈവ് ചെയ്യണം. പ്രത്യേകം ഞാൻ ആകെ പെട്ട് ഗൈസ്. നല്ല വിശപ്പുണ്ട്. പക്ഷെ അത്രയ്ക്ക് ഇഷ്ടമായിട്ട് തോന്നിയില്ലെങ്കിലും ആരും ഉണ്ട്. നമ്മൾ കുറേ നേരം 17 മണിക്കൂറൊന്നും കഴിച്ചിട്ടില്ല. ഇനി 8 മണിക്കൂറും കൂടി ഉള്ളൂ. പിന്നെ ഒരു കല്യാണം ഉണ്ട്. അപ്പം അറിയില്ല കഴിയുമെന്നറിയില്ല. എൻ്റെ കൂടെ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു ആജി. പക്ഷെ നല്ലോണം ഫുഡ് കഴിച്ചുകൊണ്ട് എന്ത് ചെയ്ത് ഓൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓന് ടിറ്റടിച്ച നമ്മളിവിടെ ചലഞ്ച് എത്തുമ്പോൾ ഈ ഡോക്ടർ സ്ട്രേഞ്ചിനൊക്കെ വരച്ചോണ്ടിരിക്കുക. പക്ഷെ ഇപ്പം വേറൊരാൾ വരച്ചാണ്. ഇദ്ദേഹം ആരാണ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 10,000 പേരും അല്ലേ. അങ്ങനെ 22 ഹവറായി. ഇത് ഫുള്ളാക്കാൻ കഴിയുമോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇത്ര ചെയ്തില്ലേ, ഫുള്ളാക്കിയിട്ടേ പോകും. ഇത് അത്ര പെട്ടെന്നൊന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഉറക്കം വരും. അത്ര ഇതാവും. ഇപ്പം നമുക്ക് ഇതിൻ്റെ വിലയൊക്കെ എടുക്കും മനസ്സിലാവുന്നത്. ഇപ്പം നമ്മൾ സാധാരണ നോമ്പ് ഒതുക്കുമ്പോൾ ഒന്നും ഇത്ര ഇഷ്ടപ്പാടൊന്നുമില്ല. ഇത് 24 ഹവേഴ്സ് ആയതുകൊണ്ട് എന്താ പറയാറില്ല. ഉറക്കം വരാതൊക്കെ വേണ്ടി ഞാൻ കഴിഞ്ഞത്രയും ഡാൻസ് കളിച്ചു. അതുപോലെ എങ്ങനെയെങ്കിലും സമയം പോക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഇത് ആക്കാൻ കഴിയില്ല. കഴിഞ്ഞത്രയും ശ്രമിക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇനി 1 മണിക്കൂറിനുള്ളിൽ ബാക്കിയുള്ളത്. ഇനി നേരെ കല്യാണത്തിൽ പോയി അവിടുന്ന് ഫുഡ് കഴിക്കണം. പക്ഷെ നല്ല കുഴങ്ങനെ നമ്മള് മണ്ടായിട്ടൊന്നും കഴിച്ചില്ലേ. പിന്നെ മുഖത്ത് കാണാം നല്ല ഫുഡ് കഴിച്ചു കേട്ടിയാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ എന്താ അറിയോ, ഞാൻ അപ്പം കഴിച്ചില്ല. പക്ഷെ നമ്മളൊരു വീഡിയോ എടുക്കുമ്പോൾ പാല വെക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മളെന്ത് ചെയ്യാൻ പാടില്ല. ഇനി 1 ഹവർ നല്ല ഇപ്പം നമുക്കില്ലേ, ഇനി 1 ഹവറും കൂടി ഉള്ളൂ. നീ ഫുഡ് കഴിക്കാൻ പോവും. നീ കല്യാണം ഉണ്ട് 4 മണിക്ക്. അപ്പം ഇതോടെ നമ്മളെ ചലഞ്ച് കഴിയും. നീ ലാസ്റ്റ് വീഡിയോ നമ്മൾ അവിടുന്ന് കാണിക്കും ഗൈസ്. ഇത് വളരെ ഹാർഡ് ചലഞ്ചാണ്. നല്ല ഹാർഡ് ചലഞ്ചാണ്. വളരെ ഹാർഡ് ചലഞ്ച് പറഞ്ഞാൽ ഇത്ര നേരം ഞാൻ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. നോമ്പൊക്കെ നോൽക്കുന്നല്ലാതെ ഇത്ര നേരം ഒന്നും ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. ഇപ്പം നേരെ കല്യാണത്തിൽ നിന്ന് കാണാം കേട്ടോ. കണ്ടുപോയി മര്യാദ കാണാൻ കഴിയില്ല ഗൈസ്. അത്രയും വിഷമമുണ്ട്. ഇനി നേരെ പോയി ഉറങ്ങണം ഗൈസ്. അപ്പം നമ്മൾ ചലഞ്ച് ഇതോടെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്ത്, നമ്മൾ ചലഞ്ച് ഫിനിഷ് ആക്കി. ഞാൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ ചലഞ്ചായിട്ടാണ് എനിക്കിത് തോന്നിയത്. അപ്പോൾ ഈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ 24 ഹവേഴ്സ് നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ.